ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഈയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങു മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറ. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മള് കണ്ടില്ല പുറകില് ഓട്ടോ ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഓട്ടോയുടെ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ബിഗ് സ്റ്റോറിയാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ എന്നാണ് നമ്മൾ ചെയ്തത് ലാസ്റ്റ് ആയിട്ട്? അതെ, ഒരാഴ്ചയായിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് കുറച്ച് സാഹചര്യം മൂലം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഭയങ്കര സങ്കടമുണ്ട്. മോശമായ സാഹചര്യമായിരുന്നു. അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പടാന്ന് ഞങ്ങൾ അങ്ങോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകണം അല്ലേ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഓട്ടോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ നീ പറഞ്ഞു ഗൈസ്, ഇനി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങള് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അപ്പൊ അത് പറഞ്ഞിട്ട് നേരെ വീഡിയോയിലേക്ക് പോകണമായിരിക്കും നല്ലതല്ലേ? ഓക്കെ. അപ്പോ വേറൊന്നുമല്ല, നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയാ ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറുതെന്ന് വെച്ചാൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ്. സമ്മാനം കൊടുക്കുന്നതിന്റെ കാര്യം പറ. സമ്മാനം കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവചന മത്സരമാണ്. അപ്പൊ അത് എന്താണ് മത്സരം, എങ്ങനെയാണ് മത്സരം, അത് എന്താന്നൊക്കെയുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ, അതായത് ഈ വരുന്ന വീഡിയോയിൽ ഞങ്ങൾ ഇടുന്നതാണ് അല്ലേ. അപ്പൊ നമ്മൾ സമ്മാനം കൊടുക്കുന്നതിന്റെ കാര്യം നീ പറയാതെ ഞാൻ പറയാം. അതാ പറ. എന്ന് വെച്ചാൽ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. തുടങ്ങി 3 മാസത്തിനകം ചാനൽ മോണിറ്റൈസ് ആയി. 3K സബ്ബായി ഗൈസ്. എങ്ങനെയോ 3K സബ്ബായി. സബ്സ്ക്രൈബർ എന്ന് പറയുന്നേക്കാന്നല്ല, സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം. കാര്യം ഒരു ഇതുമില്ലാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോഴേക്കും നമുക്ക് അവരോടൊക്കെ എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ടും താങ്ക്സ് പറയണമെന്നുണ്ട്. പക്ഷെ ആരെയും അങ്ങനെ നേരിട്ട് അറിയാൻ പറയില്ല. എന്നാലും ഇപ്പൊ അറിയാവുന്ന ഇപ്പൊ അത്ര സന്തോഷമുള്ള സ്ഥിതിക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയ ഒരു ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര വലിയ കാര്യമാണത്. ഞങ്ങളൊരു പ്രവചന മത്സരമാണ് നടത്തുന്നത്. അതിന്റെ ക്വസ്റ്റ്യനൊക്കെ ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ എങ്കിൽ നേരെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ ബെൽ ബട്ടൺ അമർത്തുക. കാര്യം ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക. കാര്യം ബെൽ ബട്ടൺ അമർത്തുക എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ക്വസ്റ്റ്യൻ പറയും. അതിന്റെ അടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ആരാണ് വിജയം എന്നുള്ള നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ മത്സരങ്ങൾ നമ്മൾ വലിയ യൂട്യൂബേഴ്സ് മറ്റേ ഗീവ് അവേ ഒക്കെ കൊടുക്കും. അപ്പോൾ അതിലൊക്കെ കുറേ ആൾക്കാർ പോയി കമന്റ് ഒക്കെ ഇടും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയത്ത് പോലും ഇല്ല. ആർക്കാണ് എന്താണ് കിട്ടണമെന്ന് പോലും അറിയത്തില്ലെന്നല്ല, അത് പാടാണ് കിട്ടാൻ. പക്ഷെ നമുക്കൊരു ചെറിയ ചാനലായ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലാണ്, ബിഗ് ആണ്. അപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരാർത്ഥി വിജയിനെ കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ആരുമല്ല. അതിൽ പറ, അതെല്ലാം നിങ്ങൾ തന്നെയാണ്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക, ആൻസറും കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ. പറയണ്ട, മൊത്തം കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഞങ്ങള് അതെ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര പോയി സബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തി വെക്കുക. അടിപൊളി ഗിഫ്റ്റ് ആണ് വരുന്നത്, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കണ്ടല്ല ഇരിക്കണ, നമ്മുടെ കുട്ടപ്പൻ ഇരിക്കണ കണ്ടല്ല നമ്മുടെ ഷിബിന്റെ. അപ്പൊ ഷിബിൻ പറഞ്ഞുതരും ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. എന്റെ വണ്ടി ആയിരുന്നു, ഇപ്പൊ എന്റെ വണ്ടി അല്ല. ഞാൻ എത്ര പണക്കാരനൊന്നുമില്ല കുറെ വണ്ടി പിടിച്ചു കൂട്ടാനായിട്ട്. ഇത് ഷിബിന്റെ വണ്ടിയായിരുന്നു. നേരെ പേര് തന്നെ അറിയാലോ, ഷിബിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഷിബിൻ ഷാരോൺ എന്നാണ്. ഷിബിന്റെ അനിയന്റെയും പേരാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ഷിബിന്റെ വണ്ടിയല്ല. ഒരു എന്താ പറയാ അല്ലെ, സാഹചര്യത്തിൽ ഷിബിൻ അത് വിൽക്കേണ്ടി വന്നു. അതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് എത്ര വർഷം പഴക്കമുള്ളതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ തന്നെ പറയാം. ഇത് 1999 മാനുഫാക്ചർ ചെയ്ത് 2000 രജിസ്റ്റർ ചെയ്ത വണ്ടിയാ ഗൈസ്. അപ്പോൾ ഒരു 20 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് ഓട്ടോയാണ് കിടക്കുന്നത്. ആ ഓട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മോഡിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടേക്കണ വണ്ടിയാണ്. ശാന്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ അരി, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിലാണ് ഓടുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഷിബിനോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 1999 മാനുഫാക്ചർ ചെയ്ത് 2000 രജിസ്റ്റർ ചെയ്ത ബജാജിന്റെ RE ഓട്ടോറിക്ഷ ആണ്. കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ പോലെ ശിവനെ, നമ്മളെ പഴയ വണ്ടികളെന്ന് പറഞ്ഞ വല്ലാത്തൊരു ഹാരാണ്. ഇപ്പൊ RS100 പോലെ തന്നെയാണ് ഈ വണ്ടി അല്ലെ. ഏകദേശം ആ ഒരു ലെവലിലേക്ക് ബജാജിന്റെ ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ തിളക്കാണ്. നമുക്ക് അല്ലെ, എവിടെ കണ്ടാലും അത് ഉപയോഗിച്ച് നോക്കാൻ തോന്നും. പക്ഷെ ആർക്കും വേണ്ടെന്നല്ല, ഇപ്പോഴും ഡിമാൻഡ് കൂടുതലാണ് വണ്ടിക്ക്.
അല്ലേ? നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഇത് എത്ര മൈലേജും കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ 3 വർഷം ഉപയോഗിച്ച് എന്റെ 18ാമത്തെ വയസ്സിൽ ലൈസൻസ് കിട്ടിയ സമയത്ത് അച്ഛൻ എനിക്കിത് പ്രൈവറ്റ് ആക്കി എന്റെ കയ്യിൽ തന്നു. അത്ര നാള് ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാ. അപ്പൊ അച്ഛൻ വേറെ ഓട്ടം പോകാൻ തുടങ്ങിയ സമയത്ത് പ്രൈവറ്റ് ആക്കി എനിക്ക് തന്നു. അപ്പൊ ഞാനൊരു 3 വർഷം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് 1 വർഷത്തോളം വെറുതെ, 1 വർഷമല്ല, ഒരു 5-6 മാസത്തോളം വെറുതെ കിടന്ന സമയത്താണ് അച്ഛൻ ഇത് കിട്ടിയത്. എന്നാലും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും എടുത്തിട്ട് അടക്കാം. വണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 149 cc എഞ്ചിനാണ്. ഇതിന്റെ BHP കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്കറിയാൻ പാടില്ല ഗൈസ്. അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും അറിയാൻ പാടില്ല. ഇത് 2 സ്ട്രോക്ക് വണ്ടിയാ. അതുകൊണ്ട് തന്നെ ഓയിലും പെട്രോളും കൂടി മിക്സ് ചെയ്യാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ 4 സ്പീഡ് ഗിയർ ബോക്സ്. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ബാറ്ററി ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും നമുക്ക്. എന്റെ പോലെ അത് തന്നെ ഏറ്റവും വണ്ടിക്ക് ബാറ്ററി ഇല്ലാതെ ഓടിക്കാൻ പറ്റുമെന്നാണ് ശിവൻ പറയണത്. അതെങ്ങനെയാണ്? അത് അനുമാനം ഓടിക്കോളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് മണ്ണെണ്ണ ഒഴിച്ച് ഓടിക്കാന്ന്. ഞാൻ ഇതൊരു പരീക്ഷിച്ചിട്ടില്ല. ചിലപ്പോൾ ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. വരൂ ഗൈസ്. നമ്മൾ ഇന്റീരിയറിലേക്ക് പോകാൻ നേരത്തെ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. അതാണ് വണ്ടി ഫുള്ള് നനഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കാം. ഫസ്റ്റ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത സീറ്റുകളാണ്. ഒരു 5-8 വർഷമായി ഈ സീറ്റൊക്കെ. 8 വർഷം ഇപ്പൊ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്ത ഒരു ഡ്രീം ക്യാച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മേടിച്ച കാലത്ത് ടേപ്പ് റെക്കോർഡർ ആയിരുന്നു അന്നത്തെ ഒരു സ്റ്റൈല്. ഇപ്പൊ അന്ന് വെച്ച ടേപ്പ് റെക്കോർഡറിന്റെ ഓർമ്മയ്ക്ക് ആയിട്ടാണ് ഇപ്പൊ ഇത് ടൂൾ ബോക്സാ. രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തായിരുന്ന ഒരു സ്റ്റീരിയോ വാങ്ങി വെച്ചായിരുന്നു. അതിന്റെ സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതില് സ്റ്റീരിയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ലൈറ്റും അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്താ, ഒരു യുവത്വത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു യുവാവായിരുന്നു. ഇപ്പൊ ഒരു കിളവനായിരുന്നു. ഇപ്പൊ ശാന്ത സ്വരൂപം, നമ്മൾ റിട്ടയർഡ് ആയെന്നൊക്കെ പറയൂലേ, അതേപോലെ ഇപ്പൊ മാന്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അന്ന് നല്ല ഹെവി ആയിട്ട് ഇഷ്ടംപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മോട്ടോർ വെഹിക്കിളൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല വണ്ടി. ഇനി പിടിക്കാനായിട്ട് ഇതിലൊന്നും ഇല്ല ഗൈസ്. അതെ, അതാണ് സത്യം. അത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി മോഡിഫിക്കേഷന്റെ നല്ല ഒന്നാന്തരം മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് മോഡിഫൈ ചെയ്തിട്ടുണ്ടായത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് കസ്റ്റമൈസ് ചെയ്തായിരുന്നു. പിന്നെ സ്റ്റീരിയോ ഉണ്ടായിരുന്നു. ലൈറ്റ് ഇഷ്ടംപോലെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വലിയ ഏരിയയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഗ്ലാസ് വേറെ ആയിരുന്നു. പിന്നെ വേറൊരു മോഡിഫിക്കേഷൻ, സൈലൻസറിന്റെ അകത്തുനിന്ന് ഒരു കുഴലുണ്ടായിരുന്നു. അതങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് സൗണ്ട് ഒക്കെ ഹെവി സൗണ്ട്. But I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss. അടിച്ചു കഴിഞ്ഞാൽ 10, ഇതാണ് അതിന്റെ ഇതല്ലേ പെട്രോൾ ടാങ്ക്. ഒരു 10-30-40 കിലോമീറ്റർ ഓടാന്ന് തോന്നുന്നു പെട്രോൾ ടാങ്ക്. പിന്നെ ഇതിന്റെ എൻജിൻ, പിന്നെ ഓയിൽ ഫിൽറ്റർ. ഇത് ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പിന് വെക്കേണ്ടത്. എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ അകത്ത് വെച്ചാൽ, ഇതാകുമ്പോ ഇതൊക്കെ ഒന്ന് തുറന്നൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ അകത്ത് വെച്ചാൽ. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അകത്ത്. കുറച്ച് ചട്ടിയാമല മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കാം. ഇത് സ്റ്റാർട്ടാക്കണമെങ്കിൽ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്തിട്ട് അടിക്കണം. സ്റ്റാർട്ടായി.
നമുക്ക് പോവാം. ഇതിന്റെ റൈറ്റ് വീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു 4 സ്പീഡ് ഗിയർ ബോക്സാണ്. പിന്നെ 2 സ്ട്രോക്ക് വണ്ടി. 2 സ്ട്രോക്കിന് അങ്ങനെ വലിയ പവർ, മാരകമായ പവറുള്ളതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഇതില് സ്പീഡോമീറ്ററും ഒന്നും വർക്കിംഗ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പോകാം. നമ്മൾ ഇതുവരെ വണ്ടി ചതിച്ചിട്ടില്ല. വളവൊക്കെ വീട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഫ്രണ്ട് വശത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അടിപൊളിയായിട്ടുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും നല്ലൊരു ഐശ്വര്യം എന്ന് പറയുന്നത്. അവന്റെ പേരായോണ്ടാണ്. പിന്നെ വൈപ്പർ ഇല്ല, വൈപ്പർ വീട്ടിലിരിപ്പുണ്ട്, വൈപ്പർ വെച്ചിട്ടില്ല. അത് പ്രത്യേക സാഹചര്യം മൂലം ഊരി വെച്ചതാണ്. പിന്നെ 2 ലൈറ്റ് ഉണ്ട്, അത് തെളിയത്തില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്, അത് തെളിയത്തില്ല. ശരിക്കും പറഞ്ഞാ ഒന്നും ഉപയോഗിക്കത്തില്ല, ഒന്നും തെളിയത്തില്ല, ഒന്നും ഇല്ല. വണ്ടി ഓടും എന്നുള്ളത് മാത്രം ഒഴിച്ച് ബാക്കി ഇത് ഞങ്ങള് കണ്ടീഷൻ ആക്കാൻ പോവുക. ഇതിപ്പോ എന്താ പറയാ, പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ കൈസ്. അപ്പോൾ 15 വർഷമായ വണ്ടി എന്തോ പൊളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു നിയമം എന്തോ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഈ വണ്ടീനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ വിഷം. ആ ഒരു നിയമം വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് 2022 വരെ ഇതിന്റെ ടാക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉറപ്പായിട്ട് ഇത് നമ്മൾ പണിത് ഇറക്കും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എന്തായാലും 100% ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇടും. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ എന്താ പറയാ, അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കടാ. അതല്ല ഉദ്ദേശിച്ചത്. വണ്ടി ഇനിയും എന്താ പറയാ, അങ്ങനെ നിയമമൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു കൈസ് വണ്ടി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നതിൽ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അതിലൊരു സന്തോഷം, അതിലും വേണ്ട ഒരു ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ലക്ഷ്മിനെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും വരുന്നവരേക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യുക. നമ്മുടെ ഒരു കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണാം, അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ലൈക്ക് ചെയ്യുക, ഉത്തരം പറയുക. അപ്പൊ വീണ്ടും വരുന്നവരേക്കും ഗൈസ്. അപ്പൊ ടാറ്റാ. ബൈ.